കുട്ടികളുടെ കഴിവെന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവർക്ക് ഇഷ്ടപ്പെട്ടതും അവർക്ക് അനുയോജ്യമായതുമായ മേഖലയിലേക്കാണ് കുട്ടികളെ നിങ്ങൾ വഴിതിരിച്ചു വിടേണ്ടത്. 10ാം ക്ലാസ് വരെ പഠിച്ചോണ്ട് വേണമെങ്കിൽ അത് കഴിഞ്ഞാൽ അവർക്ക് ഏത് കോഴ്സാണ് അനുയോജ്യം, അവനെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ ഇല്ലേ, അവനെ പഠിപ്പിക്കാനുള്ള ശേഷി എനിക്കുണ്ടോ ഇല്ലേ, ഈ കോഴ്സ് കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് ഈ പഠിച്ച കോഴ്സിനനുസരിച്ചുള്ള ജോലി ഉണ്ടാവോ ഇല്ലേ അറിയണ്ടേ. എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാല, എല്ലാ യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈ കാലത്ത് ഈ കുട്ടി അധ്വാനിച്ച് പഠിക്കാൻ, നിങ്ങൾ പഠിപ്പിക്കാൻ, ലോൺ എടുക്കാൻ, എന്നിട്ട് ഈ കുട്ടിയെ നന്നായി പഠിപ്പിച്ച് പുസ്തക പുഴുവായി പഠിപ്പിച്ച് പഠിപ്പിസ്റ്റായിട്ട് മാറിയിട്ട് അവൻ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. സമൂഹത്തെ കുറിച്ച് അവനക്ക് അറിയില്ല, സാഹചര്യങ്ങളെ അവനക്ക് അറിയില്ല, പ്രശ്നങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല. അവൻ പഠിച്ച കോഴ്സിന് അനുയോജ്യമായി ഒരു ജോലി കിട്ടാതെ വന്നാൽ ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? ഇതിപ്പോ ചിന്തിക്കണ്ടേ? അപ്പൊ എന്ത് വേണം? എന്റെ രക്ഷിതാക്കളായ നിങ്ങൾ ഉയർന്ന് ചിന്തിക്കണം. നിന്റെ കുട്ടിക്ക് എത്രയാണ് വയസ്സ്? അവൻ 5 കൊല്ലം കഴിഞ്ഞാൽ ഈ കോഴ്സാവും, 10 കൊല്ലം കഴിഞ്ഞാൽ അവൻ ഉദ്ദേശിച്ച ജോലി കിട്ടും. ആര് പറഞ്ഞു കിട്ടുന്ന്? ഇപ്പൊ തന്നെ കാലങ്ങൾ മാറി അല്ലേ? മറ്റേത് നമുക്ക് ഒരു പോസ്റ്റർ സെറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ, ഒരു മാറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ആളുകളെ സമീപിച്ച് അവിടെ പ്രിന്റിംഗ് സ്ഥലത്ത് പോയി ഡിസൈനറുടെ കൂടെ ഇരുന്ന് അതിന്റെ എംബ്ലം തയ്യാറാക്കി മാറ്ററൊക്കെ സെറ്റ് ആക്കി എത്ര മണിക്കൂറുകൾ നഷ്ടപ്പെടുമായിരുന്നു. ഇന്ന് എന്താ പണി? ഗൂഗിൾ സെർച്ച് ചെയ്യാ, ഗൂഗിൾ അസിസ്റ്റന്റിനോട് പറയാ, എയോട് പറയാ പ്ലീസ് ഗിവ് മീ എ പോസ്റ്റർ എന്ന് പറയുമ്പോഴേക്കും വ്യത്യസ്തമായ പോസ്റ്ററുകൾ എനിക്കിങ്ങനെ അയച്ചു തരികയാണ്. അപ്പൊ ഇനി ഡിസൈനർ ആവശ്യമുണ്ടോ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് ലേസർ നമ്മൾ ചെക്ക് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു, പോകേണ്ട സ്ഥലം ഞെക്കുന്നു, ഇറങ്ങേണ്ട സ്ഥലം ഞെക്കുന്നു, എന്നിട്ട് കാറിൽ കയറിയിരിക്കുന്നു. ഡ്രൈവറില്ല കാറുകൾ, ഡ്രൈവറില്ല വിമാനങ്ങൾ, വിത്തൗട്ട് ഡ്രൈവേഴ്സ്. ഇത് ഓൾറെഡി വന്നോ ഇല്ലേ? എന്തെങ്കിലും ഉണ്ടായിട്ട് നിങ്ങളെ കാറിൽ കയറിയില്ലേ? സാധാരണ ഡ്രൈവർ ഓടിക്കുന്നതിനേക്കാൾ സേഫ്റ്റിയാണ്. കാരണം ഒക്കെ സെറ്റിംഗാ. നിങ്ങൾ ആ വണ്ടിയിൽ അങ്ങോട്ട് കയറുന്നു, എന്നിട്ട് സുഖമായി കിടന്നുറങ്ങുന്നു. അമ്മായിയുടെ വീടെത്തി കഴിഞ്ഞാൽ പ്ലീസ് വേക്ക് അപ്പ് എന്ന് അനൗൺസ്മെന്റ് കിടക്കും. വേണമെങ്കിൽ വെള്ളം തെളിച്ചിട്ട് നല്ല ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ വെള്ളം തെളിക്കണ്ടേ? ദയവ് ചെയ്ത് അടിക്കരുത് കുട്ടികളെ. ഉറക്കത്തിൽ എഴുന്നേൽക്കാൻ വേണ്ടി അടിക്കുന്ന അമ്മമാരുണ്ട്. അമ്മമാർക്ക് പിന്നെ അത്ര കഷ്ടം ഉണ്ടാവില്ല, കാരണം രാവിലെ മദ്രസയ്ക്ക് പറഞ്ഞേക്കണ്ടല്ലോ. രാവിലെ നേരത്തെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി ഉമ്മമാര് അവിടെ ധർമ്മസമരം നടത്തുന്നുണ്ട്. എങ്ങനെ കുട്ടികളെ വിളിക്കേണ്ടത്? അത് പ്രശ്നമാണോ? അല്ലേ? എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ.